മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ തന്നെ ബി.ജെ.പിയെ വെട്ടിലാക്കി ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ തുറന്നു പറച്ചിൽ. 2019 ഗൗതം അദാനിയുടെ വീട്ടിൽ വെച്ചാണ് ബി.ജെ.പി എൻ.സി.പി സർക്കാർ രൂപീകരണത്തിന് ചർച്ച നടത്തിയത് എന്നാണ് അജിത് പവാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചർച്ചകളിൽ അമിത് ഷാ, ദേവേന്ദ്ര ഫഡ്നവാസ്, ശരത് പവാർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾക്കൊപ്പം അദാനിയും സംബന്ധിച്ചിരുന്നു എന്നും എൻ.സി.പി നേതാവിന്റെ വെളിപ്പെടുത്തലുണ്ട്. ന്യൂസ് ലോണ്ടറിയുടെ ശ്രീനിവാസൻ ജെയിനിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ 2019 3 ദിവസം മാത്രം ഉണ്ടായിരുന്ന ബി.ജെ.പി എൻ.സി.പി സർക്കാർ രൂപീകരണത്തിന് പിന്നിൽ നടന്ന ചർച്ചയെക്കുറിച്ച് അജിത് പവാർ സംസാരിക്കുന്നത്. ഡൽഹിയിലെ അദാനിയുടെ വസതിയിലായിരുന്നു നേതാക്കൾ ചർച്ചയ്ക്കായി കൂടിയിരുന്നത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഇതിന് പിന്നാലെയാണ് ഫഡ്നവാസ് മുഖ്യമന്ത്രിയും താൻ ഉപമുഖ്യമന്ത്രിയുമായി സർക്കാർ രൂപീകരിച്ചത് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. 5 വർഷമായി ആ യോഗം ചേർന്നിട്ട് എവിടെയാണ് അത് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഡൽഹിയിൽ ഒരു ബിസിനസ്സുകാരന്റെ വീട്ടിലായിരുന്നു യോഗം. 5 യോഗങ്ങൾ ചേർന്നു. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അമിത്ഷായും ഗൗതം അദാനിയും പ്രഫുൽ പട്ടേലും ദേവേന്ദ്ര ഫഡ്നവാസും അജിത് പവാറും ശരത് പവാറുമെല്ലാം അവിടെ വെച്ചാണ് തീരുമാനിച്ചത്. അജിത് പവാർ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ശരത് പവാറിന്റെ പൂർണ്ണ അറിവോടെയാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് വിഷയത്തിൽ താൻ ഇടപെട്ടത് എന്നും അജിത് പവാർ പറയുകയാണ്. മുതിർന്ന നേതാക്കൾ പറയുന്നതാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത്. സർക്കാർ താഴെ വീണപ്പോൾ അതിന്റെ പഴി എനിക്കായിരുന്നു. ഞാൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഉത്തരവാദിത്തമേറ്റു മറ്റുള്ളവരെ സംരക്ഷിക്കുകയായിരുന്നു താൻ ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2014 മഹാരാഷ്ട്രയിൽ ബി.ജെ.പി സർക്കാർ രൂപീകരിച്ചപ്പോൾ എൻ.സി.പി പിന്തുണ പ്രഖ്യാപിച്ച കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എൻ.സി.പി വാത്താവ് പ്രഫുൽ പട്ടേലിന് ബി.ജെ.പി പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതെന്നും അജിത് ചൂണ്ടിക്കാട്ടി. സർക്കാർ രൂപീകരണത്തിന് വേണ്ടി മാത്രമായിരുന്നു ആ പിന്തുണ. അതുകൊണ്ട് തന്നെ ഇതിനുശേഷം ബി.ജെ.പിയും ശിവസേനയും ഒന്നിക്കുന്നത് എന്നും അജിത് പവാർ സൂചിപ്പിക്കുകയാണ്. ശരത് പവാറിന്റെ മനസ്സ് പിന്നീട് എങ്ങനെ മാറിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ലോകത്തെ ഒരാൾക്കും വായിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതികരണം. നമ്മുടെ സുപ്രിയയ്ക്കോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും അത് മനസ്സിലാക്കാനായില്ല. അത്തരത്തിലൊരു നേതാവാണ് അദ്ദേഹം. നിലപാട് മാറ്റാനുള്ള കാരണം അറിയില്ല എന്നും അജിത് പറയുന്നുണ്ട്. ബി.ജെ.പിയോട് കൂട്ടുകൂടുന്നതിന്റെ പ്രത്യാശാസ്ത്ര പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ കോൺഗ്രസ് 2.5 വർഷത്തോളം എൻ.സി.പിയോട് കൂട്ടുകൂടിയതായിട്ടാണ് അജിത് പവാർ ചൂണ്ടിക്കാട്ടിയത്. പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട, മഹാരാഷ്ട്ര രാഷ്ട്രീയം ആകെ മാറിയിട്ടുണ്ട്. എല്ലാവർക്കും അധികാരമാണ് വേണ്ടത്. അതിനുവേണ്ടി പ്രത്യയശാസ്ത്രം മാറ്റിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മോദി അദാനി അവിശുദ്ധ ബന്ധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ചർച്ചയാക്കുന്നതിനിടെ ബി.ജെ.പി സഖ്യകക്ഷിയുടെ നേതാവ് നടത്തിയ വെളിപ്പെടുത്തലിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും വെളിപ്പെടുത്തൽ ബി.ജെ.പിയെ വെട്ടിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസും ശിവസേന, ഉദ്ധവ് താക്കറെ പക്ഷവും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ അജിത് പവാറിന്റെ പരാമർശങ്ങൾ ആയുധമാക്കി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാർ അദാനി സർക്കാരാണെന്നതിന്റെ തെളിവാണ് അജിത് പവാറിന്റെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് ശിവസേന, ഉദ്ധവ് പക്ഷവും വക്താവ് രാജ്യസഭാംഗവുമായ പ്രിയങ്ക ചതുർവേദിയും പറഞ്ഞു. സർക്കാർ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇരിക്കാൻ അദാനിക്ക് എന്താണ് നിയമപരമായ അവകാശമെന്ന് മുംബൈ കോൺഗ്രസ് അധ്യക്ഷനും എം.പിയുമായിട്ടുള്ള വർഷ ഗോയിക്വാദ് ചോദിക്കുകയും ചെയ്തു. ധാരാവി ഉൾപ്പെടെയുള്ള പദ്ധതികൾ സ്വന്തമാക്കാനായിട്ട് അദാനിക്ക് വേണ്ടിയാണ് മഹാവികാസ് അഘാണ്ടി സർക്കാരിനെ താഴെയിറക്കിയത് എന്നും അവർ ആരോപിച്ചു. ഇതിനിടയിലായിരുന്നു ഈ അജിത് പവാറിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത് മോദി സർക്കാരെ തന്നെയാണ്.